നമ്മൾ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ സെഗ്മെൻറ്റാണ് വാദം പ്രതിവാദം. അതായത് ഒരു ഇഷ്യൂവിനെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും നമുക്ക് രണ്ട് ആൾക്കാരുടെ സംവാദം കേൾക്കാം. അത് മോഡറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കണ്ടസ്റ്റൻ്റ് ജോലി. മോഡറേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഏതാണ് അവരുടെ നയം അറ്റ് ദ എൻഡ്, ആ ഇഷ്യൂവിനോട് എന്താണ് കണ്ടസ്റ്റൻ്റ് വിലയിരുത്തൽ എന്നാണ്, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ എന്താണെന്നാണ് ഈ ഒരു റൗണ്ടിൽ നമ്മുടെ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ഇവാലുവേഷന്, അതായത് ഇന്നത്തെ വാദം പ്രതിവാദത്തിന് വരുന്ന കണ്ടസ്റ്റൻ്റ് അൽഫോൺസയാണ്. അൽഫോൺസയുടെ ഇന്നത്തെ ഈ വാദം പ്രതിവാദത്തിൻ്റെ ടോപ്പിക്ക് വന്നിട്ട് ഹൈവേ വികസനം. ഇതിനായി നമുക്ക് രണ്ട് വളരെ സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്ന് മിസ്റ്റർ ഹാഷിം ചെന്നാമ്പള്ളി, ദേശീയ പാത സംയുക്ത സമരസമിതി സംസ്ഥാന കൺവീനറാണ് അദ്ദേഹം. വെൽക്കം സർ. അടുത്തതായി മിസ്റ്റർ എം.എ. മെഹബൂബ്, മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ജോയിൻറ്റ് സെക്രട്ടറി. അൽഫോൺസ സമയം വാദം പ്രതിവാദം തുടരുന്നു. കഴിഞ്ഞ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഹൈവേ വികസനം. 2001 നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലെ RTO ഓഫീസുകൾ വഴി രജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനങ്ങളുടെ എണ്ണമെടുത്താൽ 20 ലക്ഷമാണ്. അത് 2012 ആയപ്പോഴേക്കും 70 ലക്ഷമായി. ഇതുകൂടാതെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ട് കേരളത്തിലേക്ക് വന്ന വാഹനങ്ങളുടെ എണ്ണം വേറെയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എല്ലാം ഈ വാഹനങ്ങൾ പോകുന്നത് ഇരട്ട വഴിപ്പാതയിലൂടെയും 8 മീറ്റർ വീതിയുള്ള റോഡിലൂടെയും ഗ്രാമീണ റോഡുകളിലൂടെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മെഹബൂർ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ഹൈവേ വികസനം ആവശ്യമാണോ? ഹൈവേ വികസനം നമുക്ക് ആവശ്യമാണെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ വളരെ മുന്നേ ചെയ്യേണ്ടിയിരുന്ന, വളരെ വൈകിപ്പോയ ഒരു അജണ്ടയാണ് കേരളത്തിലെ ഹൈവേ വികസനം. ഈ വളർന്നു വരുന്ന, നേരത്തെ സൂചിപ്പിച്ച കണക്ക് പ്രകാരം ഈ വളർന്നു വരുന്ന വാഹനത്തിൻ്റെ എണ്ണം, മലയാളിയുടെ ജീവിത നിലവാരം ഉയരുന്നതിനനുസരിച്ച് വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും കൂടുന്നുണ്ട്. പക്ഷേ തന്നെ ധാരാളം വാഹനങ്ങളുണ്ട്. ഒരു വീടും തന്നെ ധാരാളം വാഹനങ്ങൾ വരുന്നൊരവസ്ഥയുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ വാഹനങ്ങൾക്കനുസരിച്ച് നമ്മുടെ റോഡുകൾ വികസിക്കുന്നില്ല. ഈ ഹൈവേ ഡെവലപ്മെൻറ്റ് ഒരുപാട് സമയം നമ്മൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം മാറ്റി വീണ്ടും തീരുമാനമെടുത്ത് ആ രീതിയിൽ ഒരുപാട് സമയം ഓൾറെഡി നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഗവൺമെൻറ് ഫൈനലായി ഡിസൈഡ് ചെയ്തിട്ടുള്ള 45 മീറ്ററുള്ള 4 ലൈനും 2 സർവീസ് റോഡും അടങ്ങിയിട്ടുള്ള 4 ഹൈവേ കോൺസെപ്റ്റ്, അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോ അത്രയും കേരളത്തിൻ്റെ ഭാവി ഗതാഗത സൗകര്യത്തിന് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഒരു ജനസാന്ദ്രത വെച്ചിട്ട് കേരളത്തിനും ഗോവയ്ക്കും വേണ്ടി മാത്രം ഒരു പ്രത്യേക ഒരു ആനുകൂല്യം കേന്ദ്ര ഗവൺമെൻറ് തന്നേക്കുന്നതാണ്. 45 മീറ്റർ, മറ്റ് സംസ്ഥാനങ്ങളിൽ 60 മീറ്ററാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്തിട്ടാണ് 45 മീറ്റർ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ സാറ് പറയുന്ന ഒരു എത്രയും വേഗം നടപ്പാക്കണം എന്നാണ്. ഇങ്ങനെ നടപ്പാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? മെഹബൂബ് പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ നിർദ്ദിഷ്ട ദേശീയപാത വികസന പദ്ധതി 45 മീറ്റർ വീതിയിൽ BOT ടോൾ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഇപ്പോൾ അൽഫോൺസ് എടുത്തിരിക്കുന്നത് ഈ കുടിയൊഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമാണ്. പക്ഷേ എനിക്ക് വിയോജിപ്പ് എല്ലാത്തിനോടും ഉണ്ട്. ഈ പറഞ്ഞ BOT സ്വകാര്യവൽക്കരിച്ച് റോഡ് BOT ടോൾ വ്യവസ്ഥയിലാക്കുന്നത്, അതിൻ്റെ അകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഭീമമായ അഴിമതി. കാരണം സർക്കാരിൻ്റെ പണം തന്നെ, ജനങ്ങളുടെ പണം തന്നെ ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് കൊടുത്ത് അവരെ കൊണ്ട് റോഡ് നിർമ്മിപ്പിച്ച് അവരെ കൊണ്ട് ജനങ്ങളെ കൊള്ളയടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണത്. ഒന്നത്. രണ്ടാമത്, കേരളത്തിലെ സാമൂഹ്യ അവസ്ഥയെ തന്നെ വളരെ ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. ബാധിക്കപ്പെടുന്നവരുടെ എണ്ണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാൾ അപ്പുറമാണ്. അത്രത്തോളം വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ സാമൂഹ്യ ദുരിതം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. മൂന്നാമത്, ഇത് കേരളത്തിൽ വൻ വിലവർദ്ധനവിന് ഇടയാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണെന്നുള്ളതാണ്. കാരണം ഭീമമായ ടോളാണ് ഇതിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ പാലിയേക്കരയിൽ ഒറ്റ ടോൾ ബൂത്തിലെ നിരക്ക് തന്നെ നമുക്ക് അസഹനീയമാണ്. കഴിഞ്ഞ കുറേ കാലമായി അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ 20ഓളം ടോൾ പ്ലാസകളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അതുവഴി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വാളയാറിൽ നിന്ന് കോഴിക്കോടേക്ക് ഒരു സിമൻറ്റ് ലോറി വരണമെങ്കിൽ 400 കിലോമീറ്റർ സഞ്ചരിക്കണം. 400 കിലോമീറ്റർ 3 രൂപ വെച്ച് ടോൾ കൊടുത്താലേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സിമൻറ്റിന് ഒരു ചാക്കിന് 4 രൂപ വരെ വർദ്ധിക്കാവുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ഇത്
വലിയ വില വർധന, എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കും. അരി, പച്ചക്കറി അടക്കം എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കാനിടയാകും. കുടിയൊഴിപ്പിക്കലിൻ്റെ വിഷയം പറഞ്ഞാൽ എന്തിനാണ് ഈ വന്യമായ വീതിയിൽ 45 മീറ്റർ വീതിയിൽ ഭൂമി എടുക്കുന്നത്? ഇപ്പോൾ പാലിയക്കരയിൽ സർക്കാരും 45 മീറ്റർ സാർ, ഇത് ഇപ്പോൾ റോഡ് മാത്രമല്ല, റോഡ് മീഡിയൻ പിന്നെ അനുബന്ധമായ എല്ലാ കാര്യം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു 45 മീറ്റർ ഇവിടെ ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ നമുക്കൊരു മാതൃക ഉണ്ടല്ലോ, അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇവിടെ 4 വരിപ്പാത 45 മീറ്ററിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. പാലിയേക്കരയിൽ നമ്മുടെ അങ്കമാലി മുതൽ മണ്ണുത്തി വരെയുള്ള ഭാഗത്ത് അവിടെ നമുക്ക് പോയി പരിശോധിച്ചാൽ കാണാൻ പറ്റും. പല സ്ഥലത്തും അതിൻ്റെ മീഡിയൻ്റെ വീതി 1 മീറ്റർ 1.25 മീറ്ററൊക്കെയാണ് വീതി ഉള്ളത്. ചില സ്ഥലത്ത് 4 മീറ്റർ വീതിയിൽ മീഡിയനുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 4 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്, സർവീസ് റോഡ് മാറ്റി നിർത്തിയാൽ 4 വരിപ്പാത പ്രധാന കാരിയേജ് വേ ആയിട്ടുള്ള 4 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത് 20-22 മീറ്റർ വീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. എല്ലായിടത്തും സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല. ഇപ്പോൾ വെങ്ങളം മുതൽ വളപട്ടണം വരെയുള്ള ഭാഗത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ 9 കിലോമീറ്റർ ഭാഗത്ത് മാത്രമേ സർവീസ് റോഡുള്ളൂ, ബാക്കി ഒരിടത്തും സർവീസ് റോഡില്ല. അപ്പോൾ അനാവശ്യമായി ഭൂമി എടുക്കുകയാണ്. അവിടെ ഇത്രയും വീതിയിൽ നമ്മുടെ ഈ ചെടികളും സസ്യങ്ങളും ഒക്കെ നശിപ്പിച്ച് വിജനമാക്കിയിട്ടാൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ കുടിവെള്ള ക്ഷാമവും പ്രശ്നങ്ങളും വരൾച്ചയൊക്കെയാണ്. അതിൻ്റെ കൂടെ കേരളം മുഴുവൻ ഇത്തരത്തിൽ മരുഭൂമി പോലെയാക്കിയിട്ടാൽ ഉണ്ടാകാവുന്ന ദുരിതം വേറെ. അപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 45 മീറ്റർ എടുത്തിട്ട് 20 വർഷമായി. അവിടെ നിർമ്മിച്ചിട്ടുള്ള റോഡ്, ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡിൻ്റെ വീതി 9 മീറ്റർ ഉള്ളൂ. അല്ല, ഞാൻ ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ടല്ല, ഇപ്പോൾ മൂലംപള്ളിക്കാരുടെ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഇപ്പോൾ വല്ലാർപാടം കണ്ടെയ്നർ റോഡിൻ്റെ അപ്പോൾ ആ സമരം ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു അഭിപ്രായം? അതാണ് ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ വീതിയുടെ ചർച്ച വരുന്നത്. അതെ, ഞാൻ പറയാം. അത് ഈ വീതിയുടെ പ്രശ്നം തന്നെ വരുന്നത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ്. കേരളത്തിൽ വേറെ ഒരു സംസ്ഥാനത്തും വേറെ ഒരു രാജ്യത്തും ഇല്ലാത്ത മാതിരി പാതയോരത്ത് കൂടുകൂട്ടി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രത്യേക സാമൂഹ്യ അവസ്ഥ കേരളത്തിലുണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യാതെ, ഇത് മനസ്സിലാക്കാതെ ഈ വന്യമായ വീതിയിൽ കുടിയൊഴിപ്പിച്ച് ഈ പാത ഇവിടെ തന്നെ നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്നവരുടെ വേറെ ചില താല്പര്യങ്ങളാണ്. അത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യവസായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങളാണ്. അതിന് സർക്കാർ വഴങ്ങിക്കൊടുക്കരുത്. സാമൂഹ്യ ദുരിതം എത്രത്തോളം ഉണ്ടാവും എന്ന് നോക്കി ഫീസിബിലിറ്റി റിപ്പോർട്ട് നോക്കിയിട്ട് വേണം ഇത് നടപ്പാക്കാൻ. ആ ഫീസിബിലിറ്റി ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ മൂലംപള്ളിയുടെ വിഷയം പറഞ്ഞു, ഈ ദേശീയപാതയുടെ വിഷയവും ഇതും നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങളത് സൂചിപ്പിച്ചത് വളരെ നന്നായി. ഞാൻ ആ വിഷയത്തിൽ മൂലംപള്ളിയുടെ സമരത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. അവിടെ 316 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടതിന് ശേഷം 46 ദിവസം അവർ മേനകയിൽ പന്തൽ കെട്ടി അവർ കുടുംബാംഗങ്ങളടക്കം സമരം ചെയ്തേ പിന്നെ ഒരു പാക്കേജെങ്കിലും പ്രഖ്യാപിച്ചത്. ആ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും 316 കുടുംബങ്ങളിൽ 16 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇപ്പോഴും മാറി താമസിക്കാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി 300 കുടുംബങ്ങളും ഇപ്പോഴും നടുത്തെരുവിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ പാക്കേജിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ സാറിന് അതിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സാറിന് അതിന് എന്താ പറയാനുള്ളത്? അതായത് ഒരു സമയം 3 വർഷം പറഞ്ഞിട്ടും ഇതുവരെ 16 കുടുംബങ്ങളെയാണ് പുനരധിവസിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കുടുംബങ്ങളുടെ ഒരു അവസ്ഥ? അദ്ദേഹം പറഞ്ഞ ഈ ചേംബർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ട്രേഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ പുനരധിവാസത്തിന് ഗവൺമെൻറ് അത് ശരിയായ രീതിയിൽ ചെയ്യണം. 100% അദ്ദേഹം പറഞ്ഞ ആ സ്പിരിറ്റ് തന്നെ നമ്മൾ എടുക്കുന്നത്. പുനരധിവാസം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ വേണ്ട രീതിയിൽ അർഹതപ്പെട്ടവർക്ക് അത് ചെയ്യുക തന്നെ വേണം. അതിലുള്ള അനാസ്ഥയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്ര നാളായിട്ടും നിങ്ങൾ വേറൊരു അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സജഷൻസ് വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, ഇത് ഗവൺമെൻറ്, ഞാൻ ശരിക്കും ഗവൺമെൻറ്റിനല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പബ്ലിക് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിനെയും ട്രേഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ കുടിയൊഴിപ്പിക്കലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ 100% ഗവൺമെൻറ് അവർക്ക് അർഹമായ കാര്യങ്ങൾ സമയത്ത്, നമ്മുടെ കാട്ടിൽ ഏറ്റവും പ്രോബ്ലമായിട്ട് വരുന്നത് ഗവൺമെൻറ് കാര്യങ്ങൾ സമയത്ത് ചെയ്യില്ല. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ടൈംലി, ഇപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും, ഈ കാര്യത്തിൽ നല്ല ഏത് കാര്യത്തിലും നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ശാപമാണ് ഗവൺമെൻറ് കാര്യങ്ങൾ ടൈമിന് ചെയ്യില്ല. ആ ഒരു ഇഷ്യൂ ആണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുടിയൊഴിക്കപ്പെട്ടവർക്ക് അതിൻ്റെ അർഹമായ സംവിധാനം അതാത് സമയത്ത് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അദ്ദേഹം മറ്റേ കച്ചവടക്കാരുടെ കാര്യം പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ സജഷൻ ചെയ്യുന്നത് നമ്മുടെ കച്ചവടക്കാരുടെ, നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കച്ചവടക്കാർ മെമ്പർമാരായിട്ടുള്ള ഒരു സംഘടനയാണ്. കച്ചവടക്കാർക്ക് കുടിയൊഴിപ്പിക്കുന്ന കച്ചവടക്കാരെ ഈ ലോക്കൽ ബോഡീസിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ലോക്കൽ ലെവലിൽ ഓരോ 2-3 കിലോമീറ്ററിലും ഒന്നിച്ച് ഒരു കച്ചവട സമുച്ചയം ഉണ്ടാക്കി മുഴുവൻ ആളുകളെയും അതിൽ പുനരധിവസിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ്. അത് പ്രാക്ടിക്കലാണ്. ഇപ്പം അങ്ങനെ ഒരു സംവിധാനത്തോട് സാർ യോജിക്കുന്നുണ്ടോ?
ഇതൊരു നല്ലൊരു സജഷൻ. എനിക്ക് രണ്ട് കാര്യം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ഈ പുനരധിവസിപ്പിക്കുന്ന ആളുകളുടെ കാര്യം നമ്മൾ പരിശോധിക്കണമെങ്കിൽ ആദ്യം കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എത്രയാണെന്നുള്ളൊരു കണക്കെടുക്കണ്ടേ? ആ കണക്ക് കൃത്യമായിട്ട് എടുത്തിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ദേശീയപാതയുടെ ചർച്ച കടന്നു വന്നപ്പോൾ നമ്മുടെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആളുകൾ, ക്രെഡായിയുടെ ആളുകൾ, ബിൽഡേഴ്സ് അസോസിയേഷൻ പോലുള്ള ഈ മെഹബൂബ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനുകളുടെ ആളുകൾ പരസ്യമായിട്ട് കേരളത്തിൽ പറഞ്ഞത് 2000-3000 കുടുംബങ്ങളെ മാത്രമേ കേരളത്തിൽ ഇത് ബാധിക്കുകയുള്ളൂ. അത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ആളുകൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു പദ്ധതി മാറ്റിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു 11,000 കുടുംബങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ ബ്രിജേഷ് മിശ്ര കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു 50,000 കുടുംബങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞു. ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2011 ഓഗസ്റ്റിൽ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പരസ്യമായിട്ട് കേരളത്തോട് പറഞ്ഞു 1,00,000 കുടുംബങ്ങളെ ദേശീയപാത വികസനം ബാധിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ആദ്യമായി എത്ര കുടുംബങ്ങളെ ബാധിക്കും, എത്ര ആളുകളുടെ വീട് പോകും, എത്ര ആളുകളുടെ കടകൾ പോകും എന്നുള്ള കണക്ക് എന്തുകൊണ്ട് കേരളത്തിൽ കൊടുക്കുന്നില്ല? ഒന്നാമത്തെ വിഷയം അതാണ്. അതിൽ ഇദ്ദേഹം പറഞ്ഞ വ്യാപാരികളുടെ കണക്കിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടുകളിൽ ഒരിടത്തും എത്ര വ്യാപാരികളെന്ന് പോയിട്ട് ഒരു വ്യാപാരിയെ പോലും ബാധിക്കുന്ന വിഷയം അതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ലാൻഡ് പോകുന്നവരുടെയും വീട് പോകുന്നവരുടെയും വിഷയം മാത്രമേ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇവരുടെ എണ്ണം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് എണ്ണം ഉൾപ്പെടുത്തുന്നില്ല? ഈ വ്യാപാരികളുടെ എണ്ണം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കേരള ജനത മുഴുവൻ ഈ പദ്ധതി എതിർക്കും. അത്രത്തോളം ഭീമമാണ് കുടിയൊഴിപ്പിക്കാൻ പെടാൻ പോകുന്നവരുടെ എണ്ണം. കാരണം നമുക്കൊരു രണ്ടാമത്തത് പറഞ്ഞു തീർന്നില്ല. ഇനി ഞാനൊരു 2 കാര്യം പറഞ്ഞു, അതിലൊന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ എതിർപ്പ് രൂക്ഷമായി വന്നപ്പോൾ, അതായത് ഇപ്പോൾ 2010 സർവകക്ഷി യോഗം 45 വേണമെന്ന് തീരുമാനിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴും കേരളത്തിൽ എവിടെയും ഭൂമി എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് രൂക്ഷമായി വന്നപ്പോൾ UDF ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പുനരധിവാസം കൊടുക്കാൻ പറ്റില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. കത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ UDF ഗവൺമെൻറ് ഒരു കള്ള പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പാക്കേജിൽ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ആ പാക്കേജിൽ പറയുന്നു ഭൂമിയും വീടും മുഴുവനായിട്ടും ഏറ്റെടുക്കപ്പെടണം. അതായത് 10 സെൻറ്റിലൊരു വീടുള്ളവനാണെങ്കിൽ അതിൽ 6 സെൻറ്റ് പോകുന്നുള്ളൂ, വീടും പോകുന്നുണ്ടെങ്കിൽ പുനരധിവാസം കിട്ടില്ല. ഈ പുനരധിവാസം തന്നെ പറയുന്നത് 3 സെൻറ്റ് പുറമ്പോക്ക് ഭൂമി കൊടുക്കാമെന്നാണ് പറയുന്നത്. അതിന് പറയുന്ന കണ്ടീഷൻസാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, കേരളത്തിൽ എവിടെയും ഇയാൾക്ക് വേറെ ഭൂമിയോ വീടോ ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നു ഇയാൾക്ക് 75,000 രൂപയിൽ കൂടുതൽ കുടുംബ വാർഷിക വരുമാനം ഉണ്ടാവാൻ പാടില്ല. കുടുംബത്തിൻ്റെ ആകെ വരുമാനം 75,000 രൂപയിൽ കൂടുതൽ ഒരു വർഷം ഉണ്ടാവാൻ പാടില്ല. നാലാമതൊരു വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നു, ഈ കുടുംബത്തിൽ സാലറീഡ് പേഴ്സൺ, വളരെ കൃത്യമായാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തി ഈ കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് വലിയ പാതകമാണ്. അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ പാക്കേജ് കൊടുക്കില്ലെന്ന്. അതായത് 2,000 രൂപ വാങ്ങിക്കുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ആ കുടുംബത്തിൽ ഉണ്ടായിപ്പോയാൽ അയാൾക്ക് പുനരധിവാസത്തിന് അർഹത ഇല്ല എന്ന് പറയുന്ന പാക്കേജാണ് ഈ ഗവൺമെൻറ് കേരളത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ചാണ് ഇവിടെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി അൽഫോൻസായോട് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ കഴിഞ്ഞ ആഴ്ച കഴക്കൂട്ടത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാൻ വന്നപ്പോൾ ഒരു കുടുംബത്തിലെ 2 പേര് മണ്ണെണ്ണപ്പാട്ട് എടുത്തു എന്ന് പറയുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. 6 പേര് ഈ ദേശീയപാത വികസനവുമായി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. മുടിക്കോടടക്കം, ഇവിടെ നമ്മുടെ ഈ ചുവന്ന മണ്ണടക്കം, പള്ളിപ്പുറത്തടക്കം 6 പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല, വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. ആദ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് കൃത്യമായൊരു കണക്ക് വൈറ്റ് പേപ്പറായിട്ട് കേരളത്തിൻ്റെ മുമ്പിലേക്ക് ഇറക്കട്ടെ. വ്യാപാരികൾ ഇത്ര, വീട് പോകുന്നവർ ഇത്ര, വരുമാനം പോകുന്നവർ ഇത്ര, ഭൂമി പോകുന്നവർ ഇത്ര, കൃഷിക്കാർ ഇത്ര എന്നുള്ളത്. ഡെവലപ്മെന്റിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് ആവാം എന്നുള്ള ഒരു അഭിപ്രായം സാറിന് ഉണ്ട്? എനിക്കുണ്ട്, തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന പരിഹാരം, ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കോഴിക്കോട് ബൈപ്പാസ്, അവിടെ ഭൂമി ഇല്ലാഞ്ഞിട്ടല്ലോ, അവിടെ 2 പതിറ്റാണ്ടായി 45 മീറ്റർ വീതിയിൽ ഭൂമി എടുത്തിട്ട് അവിടെ നിർമ്മിച്ചിട്ടുള്ള 9 മീറ്റർ വീതിയിലുള്ള റോഡാണ്. ഒഴിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, ഇപ്പോൾ വേണമെങ്കിൽ കമ്പോള ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് കൊടുത്ത്, അതുപോലെ കേസിന് പോകാത്ത രീതി, ഇപ്പോൾ ഇതിങ്ങനെ ഒഴിപ്പിക്കുന്നവർക്ക് ലാൻഡ് അക്വിസിഷൻ ആക്ട് തന്നെയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേസുകൾക്ക് പോവുക, പിന്നെ അവിടെ നിന്ന് അപ്പീൽ പോവുക, അത് കുറച്ച് പെർസെൻറ്റേജ് പ്രകാരം വക്കീലന്മാർ പൈസ മേടിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഒന്ന് പരിഹരിച്ച് കൊടുത്തിട്ട്, തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ധാരാളം റോഡ് അപകടങ്ങൾ തന്നെയുണ്ട്. ഒരു കണക്ക് എടുത്താൽ 2011 4,95,000 പേരാണ് ആക്സിഡൻറ്റിൽ ഉണ്ടായത്. അതിൽ തന്നെ 1,45,000 പേര് മരിച്ചു. കേരളത്തിൽ 3,900 പേര് മരിച്ചു. അപ്പോൾ ഇതെല്ലാം യങ്സ്റ്റേഴ്സാണ് മരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഹൈവേ വികസനം ആവാമെന്നൊരു ഇത് സാറിനുണ്ട്. അല്ല, ഈ അപകടങ്ങളുടെ കണക്ക് വെച്ചുകൊണ്ടാണെങ്കിൽ ഒരിക്കലും മാത്രമല്ല, ഒരിക്കലും അല്ല. ഞാൻ പറയുന്നത്
അപകടങ്ങളുടെ കണക്ക് വെച്ചുകൊണ്ടാണെങ്കിൽ ഒരിക്കലും ഈ പദ്ധതി നടപ്പാക്കരുതെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ പദ്ധതി നടപ്പാക്കിയ അങ്കമാലി മണ്ണുത്തി ഭാഗത്ത് അവിടെ അപകടങ്ങൾ പെരുകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി തന്നെ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അപകടങ്ങൾ കൂടിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനാണെങ്കിൽ ഈ BOT പദ്ധതി, കാരണം കേരളത്തിലെ ഏറ്റവും ഡെൻസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ കൂടി 120 കിലോമീറ്ററിൽ വേഗതയിൽ വാഹനങ്ങൾ ഓടിച്ചാൽ കേരളത്തിൽ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ വലിയ തോതിൽ ജനവാസം കുറയുന്ന ഒരു മേഖലയായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതുകൊണ്ട് അത് നടപ്പാക്കരുതെന്ന് പറയുന്നത്. അൽഫോൺസ്, നമ്മുടെ സമയം അതാണ്. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മൾ രണ്ടുപേരെയും വാദവും പ്രതിവാദവും കേട്ടു. അൽഫോൺസയ്ക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അതിനുശേഷം ഞാൻ ഗസ്റ്റിനോട് ചോദിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വികസനം വേണം. നമുക്ക് നാഷണൽ ഹൈവേസ് വേണം, എക്സ്പ്രസ് ഹൈവേ വേണം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഹാഷിം സാറ് പറഞ്ഞൊരു കാര്യം, ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ മാനസിക ബുദ്ധിമുട്ട്, എനിക്ക് തോന്നുന്നു ഒരു ആക്ട് തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നമുക്ക് വികസനം വേണം എന്നുള്ളൊരു നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അഫക്റ്റഡായ ആകുന്ന ആൾക്കാർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടില്ലാതെ കേസിന് പോകാത്ത രീതിയിൽ എല്ലാവിധ ഫെസിലിറ്റീസും, അതുപോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഈ ജോലി കൊടുത്തുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ്. ഞാൻ ജഡ്ജസിന് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇവിടുത്തെ ഗസ്റ്റിനോട് പറയാനുള്ള ഒരു വാക്കിൽ താങ്കൾ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഇവിടെ വന്നത്. അപ്പോൾ സമ്മറൈസ് ചെയ്യാൻ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ ഇതിനെക്കുറിച്ച് പറയുക? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് പറയുന്നത് പുനരധിവാസത്തിൻ്റെ ഇഷ്യൂ ആണ്. അത് 100% പരിഹരിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് കേരളത്തിൻ്റെ ഫ്യൂച്ചർ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴെങ്കിലും നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഡെയിലി വർദ്ധിച്ചു വരുന്ന ഈ വാഹനപ്പെരുപ്പവും നമ്മുടെ ആവശ്യങ്ങളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ദിവസം വഴുകുന്നതോളം ഇതിൻ്റെ ഇഷ്യൂ കൂടി വരിക ചെയ്യുക. അപ്പം ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തലത്തിലാണെങ്കിലും നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകണം. ഇതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള, അദ്ദേഹം ഈ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ എക്സ്പെൻസ് ചിലവ് വർദ്ധിക്കുന്നു പറഞ്ഞ് അത് 100% തെറ്റായ ഒരു ആർഗ്യുമെൻ്റാണ്. ഇപ്പോൾ ലോറി 1.5 രൂപ ടോൾ കൊടുത്താൽ ലോറി, പക്ഷേ ഇപ്പം ഒരു ട്രിപ്പ് നടത്തുന്ന ലോറിക്കാണെങ്കിൽ ഈ ഒരു രീതി വന്നാൽ 2 ട്രിപ്പ് നടത്താൻ പറ്റും. മൊത്തം എക്സ്പെൻസും റിസോഴ്സസും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ, ഇപ്പം കോഴിക്കോട് നിന്ന് സ്ഥിരമായിട്ട് എറണാകുളത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം, മുമ്പ് NH17 പോയിരുന്ന പലരും ഇപ്പോൾ ടോൾ കൊടുത്തുകൊണ്ട് തന്നെ NH47 പോകുന്നത്. ആ ടോളിൻ്റെ കോസ്റ്റ് കൂടിയത് അറിയാഞ്ഞിട്ടല്ല, ടോൾ സമയവും ചെലവും അത് കുറവാണ് എന്ന് ബോധ്യപ്പെടുന്നതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ ചെലവിൻ്റെ കാര്യത്തിൽ കുറവുണ്ട്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ആ ഒരു പുനരധിവാസത്തിൻ്റെ ഇഷ്യൂ 100% ശരിയാണ്. അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റുമോ, ദിവസം കഴിയുന്നതോടും ഇതിൻ്റെ കോസ്റ്റ് കൂടി വരും. ഇപ്പോൾ തന്നെ മുമ്പ് ഉദ്ദേശിച്ചതിൻ്റെ 3 ഇരട്ടിയായി, അത് 5 ഇരട്ടി 10 ഇരട്ടിയിലേക്ക് പോകും, സാധിക്കാത്തൊരവസ്ഥ വരും. അറ്റ് ദ ഏർലിയസ്റ്റ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നടപ്പാക്കണം എന്നാണ് എൻ്റെ. താങ്ക് യു സർ. താങ്കളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു സമ്മറൈസിങ് പോയിന്റ് ഇപ്പം നമ്മൾ കേട്ടു. മെഹബൂബ് പറഞ്ഞത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പാലിയേക്കരയിൽ നിരന്തരമായിട്ട് സമരം ചെയ്യുന്നവരുടെ കൂടെ ഉള്ള വ്യക്തിയാണ് ഞാൻ. നിരന്തരം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം സർക്കാർ ആ സമാന്തര പാത അടച്ചു കളഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ആളുകൾ ലാഭകരമായത് കൊണ്ടിട്ട് ടോൾ കൊടുത്തു പോകാൻ സന്നദ്ധരാണെന്ന് പറയുമ്പോൾ അവിടെ 10,000-കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും ടോൾ കൊടുക്കാതെ സമാന്തര പാതയിലൂടെ പോയിക്കൊണ്ടിരുന്നു. അത് കാഡിലാക്കും മെഴ്സിഡിസും ഇന്നോവ അടക്കമുള്ള വാഹനങ്ങൾ, അതായത് നമ്മൾ വിചാരിക്കുന്ന ടോൾ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് ധരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ടോൾ കൊടുക്കാതെ. അല്ല, ഞാൻ പറഞ്ഞ പാലിയേക്കരയിലെ ഇഷ്യൂ ആണ്. പാലിയേക്കരയിൽ മാത്രം ഇപ്പോൾ കേരളത്തിൽ ദേശീയപാത ടോൾ പ്ലാസ വന്നിട്ടുള്ളൂ. അവിടെ കണ്ട കാഴ്ചയാണ്. ഇത് കണ്ടപ്പോൾ വിരളി പൂണ്ടിട്ട് ഈ കുത്തക കമ്പനിയും സർക്കാരും കൂടി ഒത്തുകളിച്ചുകൊണ്ട് ആ സമാന്തര പാത അടച്ചു കളഞ്ഞ അവസ്ഥ നമ്മൾ മറക്കരുത്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇതല്ല, ഇത് കേരളത്തിന് യോജിച്ചതല്ല. കേരളത്തിലെ ജനങ്ങളുടെ എതിർപ്പുണ്ട്. ആ എതിർപ്പ് പരിഗണിക്കാതെ ജനാധിപത്യ വിരുദ്ധമായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ചില പ്രത്യേക അഴിമതി താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ മിക്കവാറും സ്ഥലത്ത് 30 മീറ്ററോ അതിൽ കൂടുതലോ ഭൂമി ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 4 വരിപ്പാത നിർമ്മിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. കാരണം 4 വരിപ്പാതക്ക് വേണ്ടത് 14 മീറ്ററാണ്. അതിൻ്റെ മീഡിയന് വേണമെങ്കിൽ 2-3 മീറ്റർ എടുത്താലും പിന്നെയും ലാവിഷായിട്ട് സ്ഥലം കിടക്കുന്നുണ്ട്. 45 മീറ്റർ എടുത്തിട്ട് അവിടെ 9 മീറ്റർ മാത്രം റോഡ് നിർമ്മിച്ച് അതിലൂടെ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. 30 മീറ്റർ എടുത്തിടത്തും 9 മീറ്റർ മാത്രം റോഡ് നിർമ്മിച്ചിട്ട് അതിലൂടെ ഈ 60 ലക്ഷം വാഹനങ്ങൾ പോകുന്നതാണ് അപകടം. ഈ 9 മീറ്ററിൻ്റെ ഒപ്പം എടുത്ത 30 മീറ്ററിലും 45 മീറ്ററിലും മറ്റൊരു 9 മീറ്ററും കൂടി റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതിനുള്ള സ്ഥലം ഇവിടെയുണ്ട്,
ബാക്കി വേണ്ടെടുത്ത് ജനങ്ങൾ കൊടുക്കാമെന്നാണ് പറയുന്നത്, കൊടുക്കില്ലെന്നല്ല പറയുന്നത്. 30 മീറ്റർ ചെലവിൽ പൊതുനിരത്തായിട്ട് സ്വകാര്യവൽക്കരണവും ടോളും ഇല്ലാതെ സർക്കാർ നിർമ്മിക്കുമെങ്കിൽ ഞങ്ങൾ ഭൂമി തരാമെന്നാണ് ജനങ്ങൾ പറയുന്നത്. പുനരധിവാസം പ്രായോഗികമല്ല എന്നുള്ളത് ഈ കണക്കുകൾ വെച്ച് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. അതല്ല, ഇനി നമുക്ക് മറുവാദം വരണമെങ്കിൽ സർക്കാർ ആദ്യം ഇതിൻ്റെ കൃത്യമായ കണക്ക് പുറത്തുവിടട്ടെ, ഒരു വൈറ്റ് പേപ്പർ പുറത്തിറക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ഓക്കെ, താങ്ക് യു കേസ്. ഇനി ഞാൻ ജഡ്ജസിന് വിടുകയാണ്. നമ്മുടെ വക്കീലിൻ്റെ ആദ്യമായിട്ടൊക്കെ ഒരു മോഡറേറ്റ് ആയിരിക്കണല്ലേ ഇനി വാദത്തെ. എന്താണ് നസീം അൽഫോൺസിനുള്ള ചോദ്യം? മീര മാഡം. വാദപ്രതിവാദം വളരെ ചൂടുപിടിച്ച ഒന്നായിരുന്നു. അത് അൽഫോൺസ നന്നായി കൈകാര്യം ചെയ്തു. എനിക്ക് അൽഫോൺസയോട് ചോദിക്കാനുള്ളത്, വികസനം വേണം, പുനരധിവാസം വേണം, രണ്ടും വേണമെന്നാണ് അൽഫോൺസയുടെ അഭിപ്രായം. ഇതിലേതാണ് ആദ്യം വേണ്ടത്? ആദ്യം പുനരധിവാസം വേണം. കാരണം വികസനം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങളെ നരകതുല്യമായി യാതനയ്ക്ക് വിട്ടുകൊണ്ടുള്ള വികസനത്തിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോജിപ്പില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഉദാഹരണങ്ങളും തിരിച്ചാണ്. അല്ല, നമ്മൾക്കിപ്പോൾ എക്സ്പ്രസ് ഹൈവേനെ കുറിച്ചുള്ള ഒരു ആശ എൻ്റെ മുൻപിൽ ഇപ്പോൾ ഉണ്ട്. അതൊന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി അതിനൊരു വളരെ നല്ലൊരു സ്റ്റെപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇതിനും വിരുദ്ധമായിട്ട് നടക്കും എന്നുള്ളൊരു പ്രത്യാശ എനിക്കുണ്ട്. വാമനകുമാർ സർ. ഈ വിഷയം വളരെ ചൂടുപിടിച്ചൊരു ചർച്ച കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ശരിക്കും ഇതിൻ്റെ ഈ ഒരു ചർച്ചയിലൂടെ ഈ ഹൈവേ വികസനത്തിൻ്റെ ഒരു മാനുഷിക പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശാനും ആ ഒരു ചർച്ചയിൽ രണ്ടുപേരെയും പങ്കാളികളാക്കാനും അൽഫോൺസ് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇതിലൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്നിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒരു കരാറുണ്ടാക്കിയ നിലയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അതേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അതിൻ്റെ വക്താക്കളൊക്കെ പാലിക്കര ടോളിലോ എല്ലാവരുടെയും സമരത്തിറങ്ങുന്ന ഒരു വിചിത്ര സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അഭിപ്രായം ഒന്ന് മാറ്റിയെടുക്കാനും അവരെയും കൂടെ കുറച്ചുകൂടെ ഇത് സജീവമാക്കാൻ ഈ ചർച്ച ഒരുപക്ഷെ അവർ കാണുന്നുണ്ടെങ്കിൽ ഈ ചർച്ചയിലൂടെ അവർക്കും അങ്ങനെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും. പര്യാപ്തമായിട്ട് ഈ വാദം പ്രതിവാദം മാറട്ടെ എന്നാണ് എന്നെ ആശിക്കുന്നത്. അൽഫോൻസ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. താങ്ക് യു. രാമണി സർ. ഏതായാലും വളരെ സജീവമായിട്ടുള്ളൊരു ചർച്ചയാണ് ഇവിടെ നടന്നത്. അൽഫോൺസ അത് വളരെ നയത്തോടുകൂടി കാരുണ്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഇതിന്ന് അൽഫോൺസയുടെ ഒരു നിലപാട് എനിക്ക് മനസ്സിലാവുന്നത്, കഷ്ടപ്പെടുന്നവരും കുടിയൊഴിപ്പിക്കപ്പെടുന്നവരോടും വളരെയധികം കാരുണ്യമുണ്ട്. അതേ സമയത്ത് തന്നെ വികസനം എന്നത് ഭയങ്കരമാണ്, അതില്ലെങ്കിൽ ഇവിടെ മുടിഞ്ഞു പോവും എന്ന ഒരു മുൻധാരണയുമുണ്ട്. അപ്പോൾ അൽഫോൺസ് ചിന്തിച്ചിട്ടുണ്ടോ ഈ വികസനം എന്നതിന് എത്ര വികസനം എന്നതിന് വല്ല കണക്കുമുണ്ടോ? കേരളത്തിന് പാകമായ വികസനമാണ് വേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ മെഹബൂബ് പറഞ്ഞു വാഹനങ്ങൾ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. ഈ പെരുകുന്നതിനൊരു നിയന്ത്രണമില്ലേ? സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. അവിടുത്തെ സ്ഥിതി അറിയോ? അവിടെ എത്രയോ മുൻധാരണയോടുകൂടി അവിടെ ഉള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം വെച്ച് അവിടുത്തെ റോഡുകളുടെ വലുപ്പവും ആൾക്കാരുടെ ജീവിത സൗകര്യം വെച്ച് മാത്രമേ വാഹനങ്ങൾ പെരുകാൻ അവർ അനുവദിക്കുന്നുള്ളൂ. അവിടെ നിങ്ങൾക്കൊരു കാറ് വാങ്ങണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓൺ ആയ കാർ എന്ന് പറഞ്ഞ് ജപ്പാനത്തേക്കാൾ 11 ഇരട്ടി വില കൊടുത്താലേ കിട്ടുള്ളൂ. കാരണം ആ നാടിനെ പരിസ്ഥിതി അവർക്ക് സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. വാഹനങ്ങൾ ഇഷ്ടം പോലെ പെരുകുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായ വികസനത്തിൻ്റെ ഉദാഹരണമാണ്. ആ വികസനം എന്ന വികൃതമായ ഒരു സങ്കല്പത്തെ ആദ്യം നമ്മൾ അനലൈസ് ചെയ്താലേ നമുക്ക് ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാം. തീർച്ചയായിട്ടും സാറേ. എന്തായാലും ഈ കോൺവെർസേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മാർക്ക് തന്നാൽ നമുക്ക് ഈ സെഗ്മെന്റ് ഇവിടെ ഇതാക്കണം. 8 മാർക്ക് ഞാൻ തരും. ഓക്കെ. മീര മാഡം. രണ്ട് വശവും നന്നായി അൽഫോൺസ ഒരു വശം എന്തായാലും നന്നായി പഠിച്ചിട്ടുണ്ട്, വികസനം വേണമെന്നുള്ളത്. പക്ഷേ ഈ വികസനം സാധ്യമാക്കുന്നതിന് നമ്മുടെ ഇന്നത്തെ കാലത്ത് നാം നേരിടുന്ന പ്രതിസന്ധികൾ, ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് വേണ്ടത്ര കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം കുറച്ചുകൂടെയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു മാഡം, പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി മനസ്സിലാക്കി രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് സമയം കുറച്ചുകൂടെ വേണമായിരുന്നു. കാര്യം വന്നിരിക്കുന്നവരും ഇതിനെക്കുറിച്ച് നന്നായിട്ട് 7.5 മാർക്ക് തരുന്നു. താങ്ക് യു. വാമന സർ. അൽഫോൺസക്ക് 8 മാർക്ക്. 8. അപ്പോൾ ഈ റൗണ്ടിൽ അൽഫോൺസയ്ക്ക് 23.5 മാർക്കാണ്.